ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് വിക്രമിനോട് പറയാണ്, വേദന നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല അവൾ മടങ്ങി വരേണ്ടത്, ഈ വീട്ടിൽ ഓരോരുത്തർക്കും അവൾ ആവശ്യമാണ്. അതുകൊണ്ട് അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് രണ്ടു പേർക്കും കൂടി നാളെ അവളെ കാണാൻ പോകാം. എന്നിട്ട് അവളോട് സംസാരിക്കാം. ഇനി ശ്രീനിവാസനായിട്ടുള്ള കൂട്ടൊക്കെ നിർത്താമെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. എന്നിട്ട് നമുക്ക് അവളെയും കൊണ്ട് വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വേദന വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മാഷും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ അകത്ത് കയറ്റിയിരുത്തുകയും സംസാരിക്കുകയും ചെയ്യണം. അപ്പോൾ വേദനയോട് സംസാരിക്കണം എന്ന് വിക്രം പറയാണ്. അങ്ങനെ വേദനെ കണ്ട് സംസാരിക്കാനായിട്ട് വിക്രം മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ടൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ വേദനോട് വിക്രം പറയുന്നുണ്ട് വീട്ടിലേക്ക് വരണം നമുക്കൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്തധികാരത്തിലാണ് വിളിക്കുന്നത്? ഒരു വർഷം ഞാൻ അവിടെ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം പോലും നിങ്ങളുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ ജീവിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അതുകൊണ്ട് ഭാര്യ എന്നുള്ളൊരു അധികാരം കാണിക്കണ്ടെന്നൊക്കെ പറയണം. അവസാനം വിക്രം സോറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ്. അതിനുശേഷം മാഷും വന്ന് കാണുന്നുണ്ട് വേദനെ. അപ്പോൾ മാഷ് നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ മാഷോട് വേദ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നു എങ്കിൽ ആ വീട്ടിലെല്ലാവരും കരയേണ്ടി വന്നേനെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മാഷ്ക്ക് മനസ്സിലാവണം അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ മാഷും വിക്രമും തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങാണ്. വേദയാണെന്നുണ്ടെങ്കിൽ അവർ പോകുന്നു നോക്കിയിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദിനിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലിടാൻ പറ്റാൻ നോക്കുകയാണ്. വേറെ വീട്ടിലേക്ക് പോകാൻ നിവർത്തിയില്ല, വാടക വീട് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓരോ ഉടായ്പൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.